ദേവസ്യയും അനഘ ഹർഷനും അലി അക്ബർ ഷായും TV പ്രസാദും നമുക്കൊപ്പം ഓരോ വള്ളത്തെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റുകളും എല്ലാവരും തയ്യാറാണ്. ടീം റിപ്പോർട്ടർ ഇതാ പുന്നമടക്കായലിലേക്ക് ഇറങ്ങുകയാണ്. ആവേശത്തോടെ പുന്നമടക്കായലിലേക്ക് ഇറങ്ങുകയാണ്. ദിലീപ് ദേവസ്യ, തുടങ്ങുകയല്ലേ? ഇനി നിമിഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാ ആവേശത്തിന്റെ പൂരം തുടങ്ങുകയാണ്. ജലത്തിലെ രാജാക്കന്മാർ ആരാണെന്നുള്ളതിന് ഇനി നിമിഷങ്ങൾ കഴിഞ്ഞാൽ മനസ്സിലാക്കാം. ആര് കിരീടം ചൂടും, അത് നെഹ്റുവിന്റെ കയ്യൊപ്പ് പതിച്ച കിരീടം ഇനി ആര് ചൂടുമെന്നാണ്. പുന്നമടക്കായലിലെ ഓളപ്പരപ്പിലൂടെ ഇനി ആരാണ് അതിവേഗ രാജാക്കന്മാരെന്നറിയാൻ ഇനി നിമിഷങ്ങൾ മാത്രം മതി. ഇപ്പോൾ ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞു. അതിനടുത്ത് തന്നെ എല്ലാ വള്ളങ്ങളും അവിടെ നിൽക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വള്ളങ്ങൾ എത്തുക. പിന്നീട് ഹീറ്റ്സ് തുടങ്ങുന്നതായിരിക്കും. ഈ ഹീറ്റ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ ആലപ്പുഴ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരിക്കും. ഇതിലൂടെ ഓരോരുത്തരുടെ ഹൃദയമിടിപ്പും ആ വള്ളപ്പാട്ടിൻ്റെ ഓളത്തിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. അതുപോലെ നിൽക്കുന്ന ഓരോ നിമിഷങ്ങളും കാഴ്ചക്കാരുടെ എണ്ണം ഓരോ സമയം കഴിയുന്നതിനനുസരിച്ച് കൂടി വരികയാണ്. വലിയ തോതിലുള്ള ആളുകൾ കരയിലേക്ക് വെള്ളത്തിൽ തൊട്ടുകൊണ്ട് തന്നെ ചിലർ വെള്ളത്തിൽ ഇറങ്ങി നീന്തിക്കളിക്കുന്നുണ്ട്. പോലീസ് ഇതിനൊപ്പം തന്നെ നിൽക്കുന്നുണ്ട്. ബോട്ടുകൾ ഇറക്കാതെ തന്നെ ഇതിനു വേണ്ട നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി പോലീസ് ചുമലിലേറി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് ഒരു ചരിത്രത്തിലേക്ക് കുതിച്ചെത്താൻ പോവുകയാണോ? ഓരോ ഹീറ്റ്സും നെഞ്ചിരിപ്പോടെ മാത്രം നോക്കിയിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള വള്ളംകളി പ്രേമികൾ. അലി അക്ബർ ഷാ കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. വലിയ ആരവമാണ്. നോക്കൂ ഉണ്ണിസാർ, ഈ മാസ് ഡ്രില്ല് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എത്ര സമയമെടുക്കും? എനിക്കിത് അങ്ങോട്ട് കാണാൻ അങ്ങ് കൊതിയായിട്ട് വയ്യ. മാസ് ഡ്രില്ല് കഴിഞ്ഞാൽ ഈ വള്ളങ്ങളെല്ലാം സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തിച്ചേരേണ്ടതുകൊണ്ട് അല്പസമയം എടുക്കുന്ന ഒരു പരിപാടിയാണ്. അത് വളരെ വേഗത്തിൽ അവർ തുഴഞ്ഞവിടെ എത്തും. ഏതാണ്ട് 1250 മീറ്ററിന്റെ ട്രാക്കാണ്. അപ്പോൾ ഫിനിഷിംഗ് പോയിന്റിലാണ് ഇത് നടക്കുന്നത്. ഫിനിഷിംഗ് പോയിന്റിലാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത്. അവിടെ നിന്ന് നേരെ സ്റ്റാർട്ടിംഗ് പോയിന്റുകളിലേക്ക് ഈ വള്ളങ്ങളെല്ലാം എത്തും. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം ആരംഭിക്കും. ആദ്യത്തെ ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം ആരംഭിക്കുന്നതോടുകൂടി ഒരു സംശയവും വേണ്ട സുജയ, പിന്നെ പുന്നമടക്കായൽ മറ്റൊരു അന്തരീക്ഷമാണ്. 10,000 ആവേശത്തോടുകൂടി എന്താ പറയുക, ഈ വള്ളപ്പാട്ടും അതുപോലെ തന്നെ വായ്ത്താരികളും നിലമേളങ്ങളും ഒക്കെ ആയിട്ട് അതിമനോഹരമായൊരു ആവേശപൂരത്തിൻ്റെ കാഴ്ചയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഈ മാസ് ഡ്രില്ല് കഴിഞ്ഞാൽ നേരെ വള്ളങ്ങളെല്ലാം സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തുന്നു. 19 ചുണ്ടൻ അടക്കം 74ഓളം ജലയാനങ്ങളാണ് ഈ മത്സരത്തിൽ പങ്കാളികളാകാൻ പോകുന്നത്. ഇരുട്ടുകുത്തിയുണ്ട്, ഓടിയുണ്ട്, അങ്ങനെ ചെറുവള്ളങ്ങളുടെ മത്സരം വേറെയുണ്ട്, വനിതകൾ തുഴയുന്ന മത്സരം വേറെയുണ്ട്. ആ അർത്ഥത്തിലൊക്കെ ഈ പറയുന്ന മുഴുവൻ ആളുകളുടെയും ആവേശമായി ഒരു വള്ളം, ഒരു ചുണ്ടൻ വള്ളം എന്ന് പറയുന്നത് ഏതാണ്ട് 100 അടിയോളം വലിപ്പമുള്ള ചുണ്ടൻ വള്ളങ്ങളാണ്. അതിൽ 100ഓളം ആളുകളാണ് തുഴച്ചിലുകാരായിട്ടുണ്ടാവുക. അതിൽ മേളക്കാരും നിലക്കാരുമുണ്ട്. അങ്ങനെ ഏതാണ്ട് ഒരു 5000-ഓളം തുഴച്ചിലുകാർ വിവിധ വള്ളങ്ങളിലായി 5000-ഓളം 6000-ഓളം തുഴച്ചിലുകാർ പങ്കെടുക്കുന്ന വലിയൊരു മഹാസമുദ്ര യുദ്ധമാണ് ഈ പറയുന്ന ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പറയുന്നത്. വള്ളം കളികളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ വള്ളംകളിയാണ് നെഹ്റു ട്രോഫി. ഒരു പക്ഷേ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വള്ളംകളിയാണ്. ഞാൻ പറയും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വള്ളംകളിയാണ് നെഹ്റു ട്രോഫി വള്ളംകളി എന്ന്. കാരണം ഇത്രയധികം തുഴച്ചിലുകാരുടെ പങ്കാളിത്തം, വാശി, ഓരോ ഭൂഖണ്ഡത്തിലേക്ക് മലയാളി എവിടെയുണ്ടോ അവിടെയൊക്കെ ഇരുന്ന് വിവിധ ടൈം സോണുകളാണ്. പക്ഷേ ഉറങ്ങേണ്ടെന്ന് തീരുമാനിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വള്ളംകളി കാണാനായി ഉറക്കമിളച്ച് കാത്തിരിക്കുന്നവരുണ്ട്. കുട്ടനാടിന്റെ മണ്ണിൽ ഒരിക്കലെങ്കിലും ചവിട്ടിയിട്ടുള്ള ആളുകൾ, കുട്ടനാടിനെ പറ്റി കേട്ടിട്ടുള്ളവർ, ഈ വള്ളംകളി ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുള്ളവർ, അവർക്ക് ഈ വള്ളംകളി ദിവസം, ഈ വള്ളംകളി തുടങ്ങുന്ന മിനിറ്റിൽ ഉറങ്ങാൻ കഴിയില്ല. എത്ര മനോഹരമായ ദൃശ്യമാണ് ഈ പറയുന്ന ചുണ്ടൻ വള്ളങ്ങളും മറ്റ് ചെറിയ വള്ളങ്ങളും എല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ടൊരു മാസ് ഡ്രിൽ ഇപ്പോൾ ആരംഭിക്കും. ആ മാസ് ഡ്രില്ലിന്റെ സങ്കല്പം എന്ന് പറയുന്നത് ഇത് ഒത്തൊരുമയുടെ മത്സരമാണ്. ഇവിടെ വൈരാഗ്യമില്ല, ഇവിടെ കുടിപ്പകയില്ല. ഈ വള്ളംകളി എന്ന് പറയുന്നത് ഒത്തൊരുമയുടെയും കൂട്ടായ്മയുടെയും മത്സരമാണ്. ആ കൂട്ടായ്മയുടെ മത്സരത്തിന് ഇതാ നമ്മൾ തയ്യാറെടുക്കുന്നു. നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നു, നമ്മൾ പരസ്പരം ബഹുമാനിക്കുന്നു. ഈ ഓളപ്പരപ്പിലെ ഒളിമ്പിക്സുമായി ഇതാ നമ്മൾ മുന്നോട്ട് പോകാൻ പോകുന്നു. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എതിരാളികളില്ല, വൈരാഗ്യമില്ല, ശത്രുക്കളില്ല. എല്ലാം ഒരു ഒരുമയുടെയും കൂടിച്ചേരലിന്റെയും മത്സരമാണ്. ആ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് മാസ് ഡ്രില്ല് നടക്കും. മാസ് ഡ്രില്ല് നടന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നീട് വള്ളങ്ങളെല്ലാം സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകും. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം ആദ്യം ആരംഭിക്കും. ഏതാണ്ട് 6 മണിയോടുകൂടി ഫൈനൽ മത്സരങ്ങൾ നടക്കും എന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. നല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ. ചൂടുണ്ട്, എന്നാൽ മഴക്കോളില്ല.
പല വള്ളംകളി മത്സരങ്ങളിലും ഇടയ്ക്കൊക്കെ മഴ പെയ്തിട്ടുണ്ട്. വലിയ മഴ കൊണ്ട് ചില സമയത്തൊക്കെ വള്ളംകളികൾ മത്സരം നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് പക്ഷേ അങ്ങനൊരു സാഹചര്യമില്ല എന്നാണ് നമ്മുടെ റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു മധ്യ കാലാവസ്ഥയാണ്. വലിയ ചൂടുമില്ല, എന്നാൽ മഴയുമില്ല. അങ്ങനെ ഒരു അന്തരീക്ഷം. ആ അന്തരീക്ഷത്തിൽ